പട്ടാമ്പിക്ക് സർഗാത്മകതയുടെ പകലിരവുകൾ സമ്മാനിച്ച് കവിതയുടെ കാർണിവൽ 9ാം പതിപ്പിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായി. ഓരോ കാലത്തെയും സമകാലിക വിഷയങ്ങൾ പ്രമേയമാകുന്ന കവിതയുടെ കാർണിവലിന് രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള കവികളും സാഹിത്യകാരും സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട്. കവിതയുടെ ഭൂപടങ്ങൾ എന്നതാണ് ഇത്തവണത്തെ വിഷയം. സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രശസ്ത കവികൾ കാർണിവലിൽ കവിതകൾ അവതരിപ്പിച്ചു. താങ്കൾ അഗ്രജൻ പാഠശാലതൻ വെൺമുറ്റത്തെ ചാമ്പതൻ ചവർപ്പുകൾ ആദ്യമേ രുചിച്ചവൻ. എങ്കിലും ഉച്ചയ്ക്ക് ഒരേ പാത്രത്തിൽ നിന്നും പുളിയിഞ്ചിയും ചോറും നേരും പേടിയും ഉണ്ടോർ നമ്മൾ. വീരഴും വാക്കും നെറിതികയും പോക്കും ചേരും ആശാന്റെ മുറ്റത്ത് ഒപ്പം എഴുത്തിനിരുന്നവർ. 7 വേദികളിലായി 3 ദിവസം നീണ്ടുനിൽക്കുന്ന കലാസാഹിത്യോത്സവമായാണ് കവിതയുടെ കാർണിവൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. കൊറഗ ഭാഷാ കവി മീനാക്ഷി ബദോദി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ സാംസ്കാരിക നായകർ കാർണിവൽ ആസ്വദിക്കാനെത്തിയിരുന്നു. കാവ്യാവതരണങ്ങൾ, പ്രഭാഷണങ്ങൾ, സംവാദങ്ങൾ, അനുസ്മരണങ്ങൾ, പുരസ്കാര സമർപ്പണം, പുസ്തക പ്രകാശനങ്ങൾ, കലാപ്രദർശനങ്ങൾ, ചിത്രപ്രദർശനങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പരിപാടികളാണ് കവിതയുടെ കാർണിവലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരുമായി ആയിരക്കണക്കിന് പേർ കവിതയുടെ കാർണിവലിന് സാക്ഷികളാകാനെത്തി. മലയാള കവിതയിൽ സമീപ ഭൂതകാലത്തുണ്ടായ പ്രധാനപ്പെട്ട 4 മാറ്റങ്ങൾ. ഒന്ന്, വനിതകളുടെ ആധിക്യം, വനിതകളുടെ സാന്നിധ്യം അതിഗംഭീരമായിട്ടുണ്ടായിരുന്നതാണ്. രണ്ടാമത്, ദീർഘകവിതകളുടെ കാലം കഴിയുകയും ഹ്രസ്വ കവിതകൾ ആ സ്ഥാനത്ത് എത്തുകയും ചെയ്തു. മൂന്നാമത്, ഗോത്ര കവിതകൾ, അതുപോലെയുള്ള അരികുവൽക്കരിക്കപ്പെട്ട ദലിത് ഭാഷയിലുള്ള കവിതകൾ, ഇതൊക്കെ ധാരാളമായിട്ട് പൊതു മലയാളത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. 4ാമത്തെ മാറ്റം എന്ന് പറയുന്നത് വള്ളത്തോളിനെ പോലെ, ആശാനെ പോലെ, ഉള്ളിനെ പോലെ ദൈവമാണ് കേന്ദ്രബിന്ദു എന്ന് പ്രഖ്യാപിക്കാത്ത ഒരു കവിത ഉണ്ടായിരുന്നതാണ്. കോവിഡ് കാലത്ത് പോലും ദൈവവിശ്വാസികളാണ് 70% കവികളെങ്കിൽ കൂടി ഒരു കവി പോലും കോവിഡിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നതേയില്ല. അവരെല്ലാവരും സോപ്പിട്ട് കൈ കഴുകുകയും മാസ്ക് ധരിക്കുകയും ചെയ്ത് രക്ഷപ്പെടുകയാണ് ഇത് പുതിയ കാലത്തിൻ്റെ സന്ദേശമാണ്. വരുംകാലത്തേക്ക് നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ്. ഏറ്റവും മികച്ച ഒരു പരിപാടിയാണ് കവിതയ്ക്ക് വേണ്ടി ഒരു കാർണിവൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമാവുക, അതിൻ്റെ കാറ്റേൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. മാധ്യമങ്ങളിൽ ഏറ്റവും വിഷമം പിടിച്ചൊരു കാര്യമാണല്ലോ കവിത എന്ന് പറയുന്നത്. ഇന്ന് നിരവധി കവികളുണ്ട്. അതിൽ നമുക്ക് കൊള്ളുന്നവരും നമ്മളെ കൊള്ളിക്കുന്നവരൊക്കെ ആയിട്ടുള്ള നിരവധി പേർ. അതുകൊണ്ട് കവിത വിളയട്ടെ, അതിൻ്റെ ഒരു മണം മൊത്തം പരക്കട്ടെ എന്നുള്ളതാണ്. കവിത്വമുള്ളവരായി തീരുക എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ ചാനൽ പട്ടാമ്പി. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ, ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.